സർവകലാശാല സ്ഥിരം വിസി നിയമനത്തിൽ ഗവർണറും മന്ത്രിമാരും തമ്മിലുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും രാജ്ഭവനിലെത്തിയാണ് ചർച്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ഈ വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ആ കാര്യങ്ങൾ ഒരു അനുനയത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ, സൂചനകൾ? ലക്ഷ്മി, ഗവർണറുമായി മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും നടത്തിയ കൂടിക്കാഴ്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുനിന്നു. അതിനുശേഷം അല്പസമയം മുൻപാണ് അവർ രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് പോയത്. എന്തായാലും ഈ ചർച്ചയിൽ എന്താണ് തീരുമാനമുണ്ടായത് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. കാരണം മന്ത്രിമാരും ഗവർണറും മാത്രമാണ് ഈ അടച്ചിട്ട മുറിയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രധാനമായും സർക്കാരിൻ്റെ ആവശ്യം അനുനയ നീക്കത്തിൽ കൂടി മാത്രമേ ഇത്തരം സർവകലാശാലകളിലെ നിയമനവുമായി മുന്നോട്ട് പോകാവൂ എന്ന ഒരു കാര്യം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണറുടെ നിലപാടിലും സ്വാഭാവികമായും ഉറച്ചു നിന്നിട്ടുണ്ടായിരിക്കും. അത് പ്രധാനമായും ഈ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതിൽ പിന്നോട്ടില്ല എന്നൊരു നിലപാട് നേരത്തെ തന്നെ ഗവർണർ സ്വീകരിച്ചിരുന്നു. അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധി മുൻനിർത്തി തന്നെ സർക്കാരും വാദിക്കുന്നു. സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും 3 പേരുടെ പട്ടിക സർക്കാർ നൽകിയിരുന്നു. അതിൽ നിന്നും വിസിമാരെ നിയമിക്കണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ തന്നെ ഈ അനുനയ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ അനുനയ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടായി എന്നത് സംബന്ധിച്ച് വൈകാതെ തന്നെ നമുക്ക് പുറത്ത് വിടാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ ദിവസം രാജ്ഭവൻ ഈ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഒരു തീരുമാനം വേണ്ട എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കുകയും മന്ത്രിമാരുടെ ചർച്ച ആദ്യം നടക്കട്ടെ, ആ ചർച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം, ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാമെന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടില്ല. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ഒരു അനുനയ നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് ഇനി മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ഈ 13 സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് 5 അംഗ പട്ടിക തയ്യാറാക്കുകയും ആ പട്ടികയിൽ നിന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്ന ഒരു ആവശ്യമായിരിക്കും സർക്കാർ മുന്നോട്ട് വെച്ചത്. ആ രീതിയായിരുന്നു നേരത്തെ പിന്തുടർന്നു വന്നതും. അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ പ്രശ്നങ്ങൾക്ക് ഒക്കെ കാരണമായി നിൽക്കുന്ന സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വവും നാടകീയമായ രംഗങ്ങളാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് പോകുമ്പോൾ വലിയ തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇപ്പോൾ സർവകലാശാലയിലെ വിഷയങ്ങൾ മാറിയിട്ടുണ്ട്. അത് രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജീവനക്കാർക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ആർക്ക് എന്ത് സമർപ്പിക്കണം, എന്ത് തരത്തിലുള്ള റിപ്പോർട്ട് ആരുടെ പക്കൽ എത്തിക്കണം എന്ന തരത്തിലേക്ക് അടക്കം ഒരു ആശയക്കുഴപ്പം ജീവനക്കാർക്ക് ഇടയിലും നിലനിൽക്കുന്നത് ജീവനക്കാരുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊക്കെ ഒരു അനുനയ നീക്കം എന്ന നിലയിലാണ് സർക്കാർ ഇപ്പോൾ ഗവർണറെ വീണ്ടും സമീപിച്ചിരിക്കുന്നത്. ഇതിൽ എന്ത് തീരുമാനം ആയി എന്നത് സംബന്ധിച്ച് രാജ്ഭവനോ മന്ത്രിമാരോ വിശദീകരിക്കേണ്ടതുണ്ട്. മന്ത്രിമാർ തിടുക്കത്തിൽ പുറത്തേക്ക് പോകുകയായിരുന്നു. ഞങ്ങൾ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ എയർപോർട്ടിലേക്ക് പോകുകയും അവിടെ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നതായുമാണ് അറിയിച്ചത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രതികരണം അവർ നടത്തിയിട്ടില്ല. രാജ്ഭവനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സമയ നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും കേസ് ഈ മാസം 13-ാം തീയതി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതിയിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അത് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സർക്കാരും ഗവർണർ എന്ത് നടപടിയാണ് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത് എന്നത് ഗവർണറും വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നത് 2 പേരും ഒരു അനുനയ ശ്രമവുമായി മുന്നോട്ട് പോകണം, ഈ സർവകലാശാലകളിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകാത്ത സ്ഥിതി ഉണ്ടാകണം എന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അപ്പോൾ ഈ സർക്കാരും ഗവർണറും സുപ്രീം കോടതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിലൊരു സമവായം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ചർച്ച പോസിറ്റീവാണോ എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.